ഇവിടെ കണ്ട മീൻ വന്ന് കഴിഞ്ഞപ്പോൾ തിരക്കാണ് ഇവിടെ. മീനിന് വേണ്ടിട്ട് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. അത് ഫ്രഷ് മീൻ കൊണ്ടുപോകാനൊക്കെ ഫ്രഷ് മീൻ കൊണ്ടുപോകാം. അതാണ് ഇവിടുത്തെ പ്രത്യേകത. സാധനം വന്ന് സാധനമൊക്കെ സെക്കൻഡുകൾ കൊണ്ടാണ് ഇവിടെ മീൻ കഴിയുന്നത്. സെക്കൻഡുകൾ കൊണ്ട് മീൻ വാങ്ങിക്കാൻ പോവാ. വന്ന് സാധനങ്ങൾ അയല കഴിഞ്ഞു. ഇതാണ് നമ്മളെ അയക്കോറ എന്ന് പറഞ്ഞ മീൻ കണ്ട. കിങ് ഫിഷ് കണ്ട. അത്രയും ഫ്രഷാണ്. സ്കിന്ന് കണ്ടില്ലേ? സ്കിന്ന് വെൽവെറ്റ് കളർ അതേപോലത്തെ ഫ്രഷാണ്. അതും ചൂണ്ടമീനാണ്. ചൂണ്ടക്കാരുടെ മീനാണ് ഇപ്പോൾ ഈ പിടിച്ചിട്ടുള്ളത്. ചൂണ്ടമീനാണ്. ഒന്നും കൂടി ക്വാളിറ്റി കൂടും. അയല പച്ച നല്ല ഫ്രഷ് അയല അല്ലേ? ഫ്രഷ് അയല. തോണിക്കാർ അയലയാണ് ഇവിടുന്നിട്ടുള്ളത്. നാടൻ അയല. അയലും പിന്നെ ഏതൊക്കെയുള്ള കൂന്തള്. സൂപ്പർ കൂന്തൽ. അപ്പൊ ഈ വണ്ടിയിൽ കൊടുന്ന ഏകദേശം മീനൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. എല്ലാരും മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യണല്ലേ? എല്ലാ ദിവസവും ഉണ്ടാവോ? ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും. കരിങ്ങനാട് ചന്തപ്പടി കരിങ്ങനാട് ചന്തപ്പടി. അതായത് നമ്മളെ പട്ടാമ്പിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുമ്പോ കൊപ്പം ഈ ഇവിടെ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചന്തപ്പടി. അപ്പൊ കൊപ്പത്തുനിന്ന് ചന്തപ്പടി എന്ന് പറഞ്ഞ റൂട്ടിലാണ് ഈ മാർക്കറ്റ് വരുന്നത്. ഏകദേശം ഒരു ഉച്ച സമയത്താണ് ഇവിടെ തുടങ്ങുന്നത്. വിൽപ്പന തുടങ്ങുന്നത് ഉച്ച സമയത്താണ്. കബീർക്ക് നമുക്ക് ഈ കൊപ്പത്തുള്ള പുതിയ മാർക്കറ്റുള്ള കൊപ്പം ചന്തപ്പടി, അതായത് നമ്മളെ പട്ടാമ്പിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ പുതിയ മാർക്കറ്റ് തുടങ്ങി. ഇവിടുത്തെ ഈ മാർക്കറ്റിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എന്താ വെച്ചാൽ മെയിനായിട്ട് ഇതിന്റെ പ്ലസ് പോയിന്റ് പള്ളി കമ്മിറ്റിയുടെ സ്ഥലമാണ് മെയിനായിട്ട്. അപ്പോൾ തുടക്കത്തിലൊന്നും ഇപ്പോൾ വണ്ടികൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉസാറായിട്ട് ഇപ്പൊ സാധനങ്ങൾ ഇറക്കി വെക്കുമ്പോൾ സാധനം കഴിയാണ്. ഇറക്കി വെക്കാനുള്ള ചാൻസ് കിട്ടില്ല. അപ്പോഴും ലേലം വിളിച്ച് പോവാണ്. തികയണില്ല സത്യം പറഞ്ഞാല്. 10 വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 10-15 വണ്ടി 60 വണ്ടിയൊക്കെ ഡെയിലി ഇപ്പൊ വരുന്നുണ്ട്. ഞായറാഴ്ചകളിലില്ല ഒന്നുമില്ല. ബാക്കി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്യില്ലേ? അപ്പൊ നല്ല ഫ്രഷ് മീൻ ആവശ്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് വരാല്ലേ? ഇവിടുന്ന് എടുത്ത് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് നേരെ ഇവിടെ വരാം. ഹോൾസെയിൽ മാത്രം ചെറുതായിട്ട് മീൻ കച്ചവടം ചെയ്യാന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കൊപ്പത്ത് നല്ല അതായത് പട്ടാമ്പിയിൽ നിന്ന് നമ്മൾ പെരിന്തൽമണ്ണ റൂട്ടിൽ കൊപ്പത്ത് ഒരു മീൻ മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഫ്രഷ് മീനുകൾ മാത്രം വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് നേരെ അവിടുത്തെ വീഡിയോയിലേക്ക് പോയി അവിടുത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഇവിടെ ഈ കൊപ്പത്തെ ഈ മാർക്കറ്റിൽ ഏകദേശം ഒരു ഉച്ച സമയത്താണ് മീൻ വരുന്നത്. അതായത് നമ്മളെ പല ഹാർബറുകളിൽ രാവിലെ വരുന്ന മീൻ
അതേപോലെ ഫ്രഷ് ഒടുക്കനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒരു 5 വണ്ടിയോളം വന്നിട്ടുണ്ട്. അപ്പോൾ സാധനങ്ങളിപ്പോൾ ഓരോന്നായിട്ട് 5-6 വണ്ടിയോളം ഉണ്ട്. ഓരോന്നായിട്ട് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ മീൻ എടുക്കാനുള്ള ആളുകളും എല്ലാവരും ഇവിടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മാന്തൾ ഉണ്ട്, ഹമൂറുണ്ട്, പിന്നെ കിളിമീൻ പുതിയാപ്പിളക്കോര എന്നറിയുന്നത്, പിന്നെ കൂന്തൾ, പിന്നെ ഇവിടെ അയല ഐറ്റംസുകളൊക്കെ ഉണ്ട്. അതേപോലെ ഇവിടെ ഈ ഒരു സെക്ഷനിൽ മത്തിയാണ്. നല്ല പെടക്കണ മത്തി ഇവിടെ വന്നിട്ടുണ്ട്. നല്ല വലിയ മത്തിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. വലിയ മത്തി ഈ ഒരു സെക്ഷനിൽ മൊത്തം വരുന്നത് വലിയ മീനുകളാണ് വരുന്നത്. വലിയ മീനുകളാണ്. ഇതേതാ മീനേതാണത്? അത് ചൂണ്ടക്ക് പിടിച്ചല്ലേ? ചൂണ്ടമീനാണ് ഇവിടെ വരുന്നത്. വലിയ മീനുകളൊക്കെ ചൂണ്ടമീനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ മീൻ പൊതിയാണ് ആൾക്കാർ. എടുക്കാൻ വേണ്ടി പൊതിയാണ് ആൾക്കാർ. വെച്ചല്ലേ നാല് പത്തിട്ടാ 14 കിലോ അല്ലേ? 14 കിലോ 5 മീന് ഒന്നാറ് കൊടുക്കും. പപ്പൻസ് വലിയ പപ്പൻസ് ഇറങ്ങിയിട്ടുണ്ട്. വലിയ പപ്പൻസ്. ഇവിടെ സാധനങ്ങൾ ഇപ്പൊ ഏകദേശം മൊത്തമായിട്ട് ഇപ്പൊ ഇറങ്ങി തുടങ്ങി. ഇവിടെ ഓക്കെ ഒരു 3 എടുത്ത 3 കയറെടുത്ത 3 കയറെടുത്ത 1 മീൻ വാങ്ങാനുള്ള തിരക്കാണ് ഈ കാണുന്നത്. പെട്ടി ഇറക്കുമ്പോഴും ഇവിടെ കച്ചവടം. ഇതിന് കച്ചവടമായി. രണ്ട് സീബ്രക്ക
ഇവിടെ മത്തി ഇറങ്ങണതാ മത്തി 22 രൂപ പുതിയ മത്തി 16 രൂപ അമൂറ് ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആകെ ജഗ പുകയാണ്. വന്ന എല്ലാ മീനിനും വേണ്ടിയിട്ട് ആൾക്കാർ തിരക്കാണ്, തിക്കും തിരക്കാണല്ലോ, അടിയാണ്. ഇപ്പൊ വന്ന മീനിൽ ഇപ്പൊ അയല കഴിഞ്ഞ്, അയല സാധനങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ മത്തിയും കൂന്തള് അങ്ങനത്തെ 2-3 ഐറ്റംസ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി വന്ന സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ബോക്സും 10 ഉറുപ്പികയാണ് പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞു. നടക്കുവോ? നടക്കൂല, വേണ്ട. കൗറുകത്തും നമ്മൾ വന്ന ടൈമിൽ ആകെ കുറച്ച് വണ്ടികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. മിനിറ്റുകൾക്കകം ഇവിടെ മീനുമായിട്ട് കുറേ വണ്ടികൾ വന്ന് ഈ വണ്ടികളൊക്കെ മീൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അത്രയും ആളുകൾ ഇവിടെ തിരക്കാണ്. നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം. മീൻ ഇറക്കി വെക്കുമ്പോൾ തന്നെ കച്ചവടമാവുകയാണ്. മീൻ തികയണില്ല, ആളുകൾക്ക് മീൻ തികയാത്തൊരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് മീനുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് ആ മീൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഫ്രഷ് മീനുകളാണ് ഇവിടെ ഉള്ളത്. ഈ മാർക്കറ്റിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് നമ്മൾ പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ റൂട്ടിൽ പോകുമ്പോൾ കൊപ്പം ചന്തപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഈ മാർക്കറ്റ് വരുന്നത്. അപ്പോൾ പുതിയതായിട്ടൊക്കെ ഈ ഭാഗങ്ങളിൽ മീൻ കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക്, പുതിയൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മീനെടുത്ത് ചില്ലറ കച്ചവടമായിട്ടൊക്കെ ചെയ്യാം. ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വന്ന മീനുകളൊക്കെ ഇവിടെ വന്നിറങ്ങിയ മീനുകളൊക്കെ കച്ചവടമായിപ്പോകും. അതൊക്കെ ഓരോരുത്തർ ഇപ്പോൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കണം. മീനുകളൊക്കെ വാങ്ങിച്ച് ആൾക്കാരത് വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 1/2 മണിക്കൂർ 3/4 മണിക്കൂറിനുള്ളിൽ സാധനങ്ങളൊക്കെ കഴിയും. അപ്പോൾ ഈ വണ്ടിയിൽ മൊത്തമായിട്ട് കയറ്റി, അവിടെ കയറ്റി വണ്ടിയിൽ ഫുള്ളായി. അവിടെ ഈ വണ്ടിയിലും ഏകദേശം ഫുള്ളായി, ഇവിടെയും ഏകദേശം ഫുള്ളായി. എല്ലാം ഉഷാറാണ്. ഇത് നമ്മൾ അൻവർക്കാണ്. അൻവർക്ക, നമുക്കിപ്പോ ഈ മാർക്കറ്റ്, പുതിയ മാർക്കറ്റിൽ കൊപ്പത്തുള്ള മീൻ മാർക്കറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പുതിയ മാർക്കറ്റ് നല്ല മീൻ, വൈകുന്നേരത്തുള്ള മീൻ വരുന്നുണ്ട്. പുതിയ മീൻ പരപ്പനങ്ങാടി, താനൂര് ആ ഭാഗത്തു നിന്നുള്ള പുതിയ മീൻ കിട്ടുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇവിടുന്ന് എടുത്തിട്ടാണ് മീൻ വെക്കുന്നത്. വൈകുന്നേരങ്ങളിൽ കച്ചവടം വൈകുന്നേരം മാത്രമേ ഉള്ളൂ കട. മീനൊക്കെ എന്താ പാട്? ഫ്രഷ് ആണോ? അപ്പൊ ഇവിടെ വന്ന കൂന്തളാണ് ഇപ്പൊ ഈ കിടക്കുന്നത്. കണ്ട, കളർ പോലും വാങ്ങിയിട്ടില്ല അല്ലേ? കളർ പോലും വാങ്ങിയിട്ടില്ല. അത്രയും ഫ്രഷ് മീനുകളാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ വിലയൊക്കെ എങ്ങനെ എന്താ പാട്? ഒരു മാന്യമായ വിലയിൽ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. മറ്റു മാർക്കറ്റിൽ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെയാണ് കഴിയില്ല. രാവിലെ തന്നെ വെക്കണം.
ഇത് എന്താണെന്ന് വെച്ചാൽ ഫ്രഷ് മീൻ കിട്ടും. വൈകുന്നേരത്തെ കച്ചവടക്കാരെല്ലാവരും ഇതൊക്കെ വൈകുന്നേരത്തെ മീൻ കച്ചവടക്കാരാണ്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് നല്ല മീന് വില കുറവിൽ കിട്ടും. ഓക്കെ രവിയേട്ടാ, നമുക്കിപ്പോ ഇവിടെ മാർക്കറ്റിന്റെ പ്രവർത്തന സമയമൊക്കെ എങ്ങനെയാ വരുന്നത്? 1:30 മണി മുതൽ 3 മണി വരെ എല്ലാ ദിവസവും ഉണ്ടാവും. ഞായർ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവില്ലേ? 1:30 മണി തൊട്ടിട്ടുണ്ടാവും. 1 മണിയാകുമ്പോ വന്ന് സ്ഥലം പിടിച്ചാൽ നല്ല മീൻ കൊണ്ടുപോവാം. നിങ്ങൾ നമ്പർ ഒന്ന് പറയോ? 96 56 58 51 15. അപ്പൊ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റൂലേ? 1:30 മണി മുതൽ 3 മണി വരെ വിളിച്ചാൽ കിട്ടില്ല. അതിന്റെ മുന്നേ വിളിക്കണം, ഇന്നുണ്ടോ ഇല്ലയെന്നുള്ള ചോദിച്ചാൽ. അപ്പോൾ നമ്മളെ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലെ നല്ല ഫ്രഷ് മീനുകൾ കൊടുക്കുന്ന മാർക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയാണെന്ന് വെച്ചാൽ ഞാനവിടെ വന്നിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.